സംസ്ഥാനം തിരഞ്ഞെടുത്ത 51 മത്സ്യ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കുന്നതിനായി സാർ 120.57 കോടി രൂപ ഈ ഗവൺമെന്റ് കാലത്ത് ചെലവായിക്കൊണ്ടിരിക്കുന്നു സാർ. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ധനസഹായത്തോടെയും കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെയും സംസ്ഥാനത്ത് 39 ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് അനുമതി ലഭിക്കുകയും സാർ 38 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. കൂടാതെ കൊല്ലം ജില്ലയിൽ മയ്യനാട്, കരിക്കോട് എന്നീ മത്സ്യ മാർക്കറ്റിൽ ബ്ലൂ ലെവറേഷൻ 2016-17 ഉൾപ്പെടുത്തി നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മത്സ്യഫെഡ് വഴി ആലപ്പുഴ ജില്ലയിലെ അരൂർ, കൊല്ലം ജില്ല അഞ്ചൽ, ഓച്ചിറ എന്നീ മത്സ്യ മാർക്കറ്റുകൾ സർക്കാർ സഹായത്തോടു കൂടി നവീകരിച്ച് പ്രവർത്തനം. സാർ, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ രണ്ടാം ഗവൺമെന്റിന്റെ ഈ കാലത്ത് കേരളത്തിന്റെ മത്സ്യമേഖലയിൽ എല്ലാ അടിസ്ഥാനപരമായ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കും എന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് തരികയാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള, ഹെഡ്ഫോൺ വെക്കണം. നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നിരവധി പ്രതിസന്ധികളാണുള്ളത്. പ്രത്യേകിച്ചും അടിക്കടി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും അതുപോലെ ആഗോള താപനത്തിന്റെയൊക്കെ ഫലമായി മത്സ്യ ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ 2017 ഓക്കി, പ്രളയം തുടങ്ങി ഇങ്ങോട്ട് നിരവധി പ്രതിസന്ധികളാണ് മത്സ്യബന്ധന മേഖലയിലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിരവധി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് വകുപ്പും മന്ത്രിയെയും വകുപ്പിനെയും മുക്തഖണ്ഡമായി തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യഫെഡ് നൽകിയിട്ടുള്ള വായ്പ ആ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് പലിശയിലും അതുപോലെ പിഴപ്പലിശയിലും ഫൈനിലും എല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും നടപടിയാണ് എടുക്കുന്നതെന്ന് ഇത്തരണത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, 2021-22 വർഷത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വായ്പാ കുടിശ്ശിക തുകയിൽ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും സാർ ഇതിനായി പണം വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതി നിലവിൽ ധനകാര്യ വകുപ്പിന്റെ അംഗീകാരത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഭരണാനുമതി ലഭ്യമാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മത്സ്യമേഖല നടപ്പാക്കും. രണ്ടാമത്തെ ചോദ്യം. സർ, മത്സ്യഫെഡ്, സാഫ്, തീരദേശ വികസന കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ വഴി നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ വിപണി സാധ്യത ഉയർത്തുവാനും സ്വീകാര്യത ലഭിക്കുവാനുമായിട്ട് എന്തൊക്കെ നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുന്നത്? സാർ, മത്സ്യഫെഡ്, സാഫ്, തീരദേശ വികസന കോർപ്പറേഷൻ എന്നിവ വിവിധ യൂണിറ്റുകൾ മുഖേന മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മത്സ്യേതര ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി വിപണനം നടത്തിവരുന്നു. ഇവിടെ പ്രിയപ്പെട്ട സുജിത് വിജയൻപിള്ള സൂചിപ്പിച്ച പോലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ പരസ്യം ലഭിക്കാത്തതിനാൽ ഉപഭോക്താക്കളുടെ വേണ്ടത്ര സ്വീകാര്യത ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമാറ് മേൽസ്ഥാപനങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓൺലൈൻ മാർക്കറ്റിംഗ് രീതി അവലംബിക്കുന്നതാണ്. സാർ, ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 1,00,000 യൂണിറ്റുകളിൽ നല്ലൊരു ശതമാനം യൂണിറ്റുകൾ മത്സ്യമേഖലയിൽ ആരംഭിച്ച് അത് മാർക്കറ്റ് ചെയ്യാനുള്ള വിപുലമായ സംവിധാനം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്ന കാര്യവും സഭയെ അറിയിക്കുകയാണ്.